ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ഫോം ഷീറ്റ്. അപ്പോൾ എന്താണ് ഫോം ഷീറ്റ്, അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫോം ഷീറ്റാണുള്ളത്. ഒന്ന് ഫോം 1ഉം ഫോം 2ഉം. അതിൽ ഫോം 1 നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിനും ഫോം 2 അനലിറ്റിക്കൽ അസൈൻമെൻറ്റിനുമാണ് നിങ്ങൾ ഫസ്റ്റ് പേജായിട്ട് ടൈപ്പ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഈ ഫോം ഷീറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ ലേണേഴ്സ് സെൻറ്റേഴ്സിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ PDF ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്താൽ മതി. പിന്നെ നമുക്ക് രണ്ട് ഷീറ്റിലും ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. രണ്ടിനും നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ വരുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ അസൈൻമെൻറ്റ് എഴുതേണ്ടത്. അതിലെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ അസൈൻമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോം ഷീറ്റ് ഫില്ല് ചെയ്യാന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ പേര്, നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, ദെൻ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, അത് നമ്മുടെ ഐഡൻറ്റി കാർഡിലുണ്ടാവും. ദെൻ തേർഡ് നെയിം ഓഫ് ദി പ്രോഗ്രാം, MA സോഷ്യോളജി, MA ഇംഗ്ലീഷ്, അതെന്താണോ അത് എഴുതി വയ്ക്കുക. ദെൻ നമ്മുടെ സെമസ്റ്റർ, ഏത് സെമ്മിലാണോ ആ സെമ്മിൻ്റെ പേര്, എത്രാമത്തെ സെമസ്റ്റർ ആണെന്ന് എഴുതുക. ദെൻ കോഴ്സ് കോഡും കോഴ്സ് ടൈറ്റിലും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പറിൻ്റെ പേര്, അതാണ് നമ്മുടെ കോഴ്സ് ടൈറ്റിൽ. ദെൻ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ എഴുതുക. അപ്പോൾ ഇതാണ് ടൈറ്റിൽ, ഇതാണ് നമ്മുടെ കോഴ്സ് കോഡ്, അതെന്താണോ അത് കറക്റ്റായിട്ട് അവിടെ എഴുതി വയ്ക്കാം. ദെൻ നമുക്ക് പിന്നെ ഉള്ളത് നെയിം ഓഫ് ദി ലേണർ സപ്പോർട്ട് സെൻറ്റർ. അതെ, നമ്മുടെ ലേണർ സപ്പോർട്ട് സെൻറ്റർ ഏതാണോ അതിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറയും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരുന്നതിനനുസരിച്ച് നിങ്ങൾ എഴുതുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചറും ഡേറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ദെൻ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടിയിലും ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അത് പ്രകാരമാവണം നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ഓരോന്നായിട്ട് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻട്രൊഡക്ഷന് എത്ര മാർക്കാണ് അലോട്ട് ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇത് പ്രകാരമാവണം നമ്മുടെ അസൈൻമെൻറ്റ്. അപ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അനലിറ്റിക്കലും ഡിസ്ക്രിപ്റ്റീവും നമുക്ക് രണ്ട് അസൈൻമെൻറ്റാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഇവാലുവേഷൻ ക്രൈറ്റീരിയയ്ക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. നെയിമും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോം 1ത്തെ പോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ മേലെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്, അത് ഞാൻ വിട്ടുപോയി. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് മേലെ ഇൻടേക്ക്, പ്രോഗ്രാം, അതുപോലെ തന്നെ നമ്മുടെ ബാച്ച്, റോൾ നമ്പർ, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. റോൾ നമ്പറും ബാച്ചും ഇൻടേക്കും ഒക്കെ എത്രാമത്തേന്ന് അതിനനുസരിച്ചിട്ട് എഴുതാൻ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ അത് ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ ഫോം 1 പറയുന്ന സമയത്ത് മറന്നുപോയി, അതാണിപ്പോൾ കാണിച്ചു തരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനലിറ്റിക്കലിന് വരുന്നത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ്പ്ലനേഷൻ ഓഫ് ദ തിയറി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നു. ബട്ട് ഇവിടെ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻസ് വേണം, അനാലിസിസ് വേണം, ക്രിട്ടിക്കൽ ഇൻക്വയറി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താലേ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് അനുസരിച്ച് മാത്രം നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് തയ്യാറാക്കുക. അത് നോക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കിന് അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം വരും. പിന്നെ ഇതിന് നിങ്ങൾ നിർബന്ധമായിട്ട് ഫുട് നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ അസൈൻമെൻറ്റ് ഹാൻഡ് റിട്ടൺ കോപ്പീസാണ്. അപ്പം നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ട് അസൈൻമെൻറ്റ് എഴുതുമ്പോഴും അതുപോലെ തന്നെയാണ്. പിന്നെ കുറച്ച് ക്രിട്ടിക്കൽ ഇൻക്വയറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത് നമ്മുടെ അനലിറ്റിക്കലാണെന്ന് മാത്രം. അപ്പോൾ ഫോം ഷീറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ വെക്കുക. ഇനി എൻ്റെ ഒരു അസൈൻമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊന്നും കൂടെ ക്ലാരിറ്റി വരുത്തി തരാം. നിങ്ങൾക്ക് ഇതുപോലെയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് ഉണ്ടാവുക. ഫസ്റ്റ് പേജായിട്ട് നിങ്ങൾ ഫോം ഷീറ്റ്, സെക്കൻഡ് പേജ് അസൈൻമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ടോപ്പിക് പേജ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോഡി പാരാഗ്രാഫ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബോഡി പാരാഗ്രാഫ്സ് ഞങ്ങളടുത്ത് 12 പേജ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് 12 പേജ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൺക്ലൂഷൻ വരുന്നത്. അത് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് എഴുതുക. ദെൻ റെഫറൻസ്, നിങ്ങൾ സൈറ്റ് ചെയ്തിട്ടുള്ള പേജും കാര്യങ്ങളൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പേജസൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ദെൻ നിങ്ങൾ ബിബ്ലിയോഗ്രഫി എങ്ങനെ എഴുതേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യും. ഒന്നെങ്കിൽ ബുക്സ് ആവും, ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുത്തിട്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നിന്നാവും ഒരുപാട് സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ റെഫറൽ പേജിൽ കൊടുക്കേണ്ട റെഫറൻസിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് MLA ഫോമാറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ അസൈൻമെൻറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ MA ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയൊക്കെ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്